എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് സാധാരണക്കാരന് മറുനാടൻ മലയാളികൾ എന്ന രീതിയിൽ ഏറ്റവും മറുനാടൻ മലയാളി എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് റോയിന്റെ അന്ത്യം. എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു അതായത് വ്യവസായ മണ്ഡലത്തിന് ഏറ്റവും നല്ല പേര് കേട്ട് ഏറ്റവും സമൂഹത്തിന് വേണ്ടി ഏത് കാര്യങ്ങളും ചെയ്യാനും എന്താവശ്യപ്പെട്ടാലും അത് സന്തോഷകരമായി ചെയ്യുന്ന നല്ല ദാനകർത്താവായിരുന്നു അദ്ദേഹം. കാരണം സമൂഹത്തിന്റെ വളരെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വേറെ ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ അത്രയും ഡീസന്റായി ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞ വർത്താനം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അന്ത്യം യഥാർത്ഥത്തിൽ മറുനാടൻ മലയാളികൾക്ക്, മറുനാട്ടിൽ ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നല്ല ആരോഗ്യവാനും ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. കാരണം ഇത് 5 മണിക്ക് വിവരം അറിഞ്ഞ ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടി ഇരിക്കുമായിരുന്നു. ഞാൻ 10 പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സംസാരങ്ങളും ഇത്രയും ഞങ്ങളൊരു വീട്ടിലൊരു സഹോദരൻ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗാണ് നമുക്കുണ്ടായിട്ട്. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർമാര് അവരെ ചോദ്യം ചെയ്തപ്പോ അത് ഒരു ബാഗ് അടുത്ത് കണ്ടപ്പോ ആ ബാഗിൽ കിടന്ന് ബാഗ് കാണിച്ചു നോക്കുമ്പോ അത് എടുത്തിട്ട് അയാളെ തന്നെ തുറന്നു, അതിൽ തോക്കുണ്ടായിരുന്നു, അതെടുത്ത് സ്വന്തം വെടിവെച്ച്. അതാണ് സംഭവിച്ചത്. കാരണം അതായത് ഇവിടുത്തെ ED ചോദ്യം ചെയ്യുമ്പോഴോ എന്നാണ് നിങ്ങളെ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിന്റെ അയാളെ കൂടെ അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ തോക്ക് എടുത്ത് സ്വന്തമായി വെടിവെച്ചാണെന്ന്. കാരണം അയാൾ വലിയ നല്ല വലിയ അഭിമാനിയായിരുന്നു. അതാണ് കാര്യം. അഭിമാനത്തിന് ക്ഷതം പറ്റുന്നുണ്ടോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നി. അപ്പൊ ഇനി ജീവിച്ചിട്ട് എന്താണ് അത് അറിയില്ല, അതൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ ഞാനിങ്ങനെ ഈ സമയത്ത് മുൻപേ ഗോകുലം ഗ്രൂപ്പിലും ഇത്തരത്തിൽ ED റെയ്ഡും ഒക്കെ നടന്നിട്ടുള്ളതാണ്. അന്ന് മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന അല്ല, ഞങ്ങൾ സംഘർഷത്തിലെങ്കിലും ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത്. കാരണം അങ്ങനെ അയാൾ സമൂഹത്തിന് ചെലവഴിക്കുന്ന ആ പണം അത്രയും അധികമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആളല്ല അദ്ദേഹം. പക്ഷേ അത് ഓരോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, എന്ത് ED ആര് ചോദിച്ചാലും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണമല്ലോ. പക്ഷെ ഒരു ചെറിയ കൂടുതൽ അഭിമാനിയാണ് അദ്ദേഹം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. എനിക്ക് എന്റെ പൊസിഷൻ നഷ്ടപ്പെടുവോ, എന്നെ പറ്റിയുള്ള അഭിപ്രായം മോശമായി പോയോ എന്നുള്ള ഒരു വലിയ മാനസിക ക്ഷതത്തിലാണ് ഇദ്ദേഹം അത് ചെയ്തു പോയതാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം അങ്ങനെയാണ് അതിന്റെ കാരണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല.